ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പ്രിയൻ വരുമ്പോൾ അവൻ്റെ കൂടെ പറന്നു പോയാൽ മതി എനിക്ക്. പ്രിയൻ വരുമ്പോൾ അവൻ്റെ കൂടെ പറന്നു പോയാൽ മതി എനിക്ക്. പറന്നിടുവാൻ വേണ്ടതായ ബലം ലഭിച്ചാൽ മതി എനിക്ക്. പറന്നിടുവാൻ വേണ്ടതായ ബലം ലഭിച്ചാൽ മതി എനിക്ക്. ഉലക സുഖം വേണ്ടെനിക്ക്, മനുഷ്യമാനം വേണ്ടെനിക്ക്. ഉലക സുഖം വേണ്ടെനിക്ക്, മനുഷ്യമാനം വേണ്ടെനിക്ക്. പറന്നിടുവാൻ വേണ്ടതായ ബലം ലഭിച്ചാൽ മതി എനിക്ക്. പറന്നിടുവാൻ വേണ്ടതായ ബലം ലഭിച്ചാൽ മതി എനിക്ക്. പ്രിയൻ വരുമ്പോൾ അവൻ്റെ കൂടെ പറന്നു പോയാൽ മതി എനിക്ക്. പ്രിയൻ വരുമ്പോൾ അവൻ്റെ കൂടെ പറന്നു പോയാൽ മതി എനിക്ക്. കുളിച്ച് വസ്ത്രം ധരിച്ച് തൈലം പൂശി ബോവസിൻ്റെ കാൽക്കൽ ചെന്ന് കിടക്കുക. വസ്ത്രം എപ്പോഴും നിർമ്മലമായിരിക്കട്ടെ. നിൻ്റെ വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കട്ടെ, എപ്പോഴും നിർമ്മലമായിരിക്കട്ടെ, ശുചിയായിരിക്കട്ടെ, വെടിപ്പായിരിക്കട്ടെ. 1 നീതിൻ വസ്ത്രം, 2 രക്ഷാവസ്ത്രം, 3 സ്തുതി എന്ന മേലാട. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 61 അധ്യായം 3 സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ട മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. സ്തുതി എന്ന മേലാട, നീതീകരണം എന്ന വസ്ത്രം ലഭിച്ചാൽ ദൈവത്തെ സ്തുതിക്കും, ദൈവത്തോട് നന്ദിയുള്ളവനായി ദൈവത്തെ ആരാധിക്കും. രക്ഷാവസ്ത്രം ധരിക്കുക എന്ന മഹാഭാഗ്യം ലഭിച്ചാൽ, രക്ഷിക്കപ്പെട്ടാൽ ഹൃദയം നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കും. 3 സ്തുതി എന്ന മേലാട. നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ അർഹതയില്ലാത്ത കാലങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പാപം നമ്മെ വശീകരിച്ചിരുന്നു, പാപം നമ്മെ ബന്ധിച്ചിരുന്നു, പാപത്തിൻ്റെ കുരുക്കിൽപ്പെട്ട് നാം വലയുകയായിരുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദ് പാടും, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനം സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. സ്തുതി എന്ന മേലാട. നാശകരമായ കുഴിയിൽ കിടന്നവൻ ഉറപ്പുള്ള പാറമേൽ നിൽക്കുമ്പോൾ സ്തുതിക്കും. കൊഴിഞ്ഞ ചേറ്റിൽ കിടന്നവൻ ഉറപ്പുള്ള പാറമേൽ നിൽക്കുമ്പോൾ സ്തുതിക്കും. താണു പോവുകയായിരുന്നു, അധപ്പതിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. നാശകരമായ കുഴി പാപത്തിൻ്റെ അഗാധമായ കുഴിയാണ്. നാശത്തിലേക്ക് താണുകൊണ്ടിരിക്കുന്ന കുഴിയാണ്, അഗാധ ഗർത്തമാണ്. കൊഴിഞ്ഞ ചേറ് കരയേറാൻ ശ്രമിക്കും തോറും പിന്നെയും താണു പോകുന്ന ചേറാണ്. നാശകരമായ കുഴിയിൽ നിന്നും കൊഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. ഒരു കാരണവശാലും കയറിപ്പോരാൻ സാധിക്കുമായിരുന്നില്ല. താണു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കരം എൻ്റെ അരിയിലേക്ക് നീട്ടിക്കൊണ്ടുവന്ന് അഗാധതയിൽ നിന്ന് എന്നെ കോരിയെടുത്തു. നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അപ്പോൾ അവൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിൻ്റെ സ്തുതി തന്നെ. പാറയിൽ നിൽക്കുമ്പോൾ, ഉറപ്പുള്ള പ്രതലത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് പാടാം, എനിക്ക് സ്തുതിക്കാം. സ്തുതി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ
നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് സ്തുതി ഉയരത്തക്കവണ്ണം, സ്തോത്രം ഉയരത്തക്കവണ്ണം, സ്തോത്രസ്വരം ഉയരത്തക്കവണ്ണം നമ്മുടെ ഹൃദയം സ്നേഹം കൊണ്ട് നന്ദി കൊണ്ട് നിറയുന്നുണ്ടോ? പിതാക്കന്മാർ പാടി, നിൻ സ്തുതിയും ഹല്ലേലൂയയും കർത്താവേ ഞാൻ നിർത്തരുതേ എന്ന്. നിന്നെ സ്തുതിക്കുന്നതിൽ നിന്ന് മൗനമായിരിക്കാനും നിന്നെ പുകഴ്ത്തുന്നതിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ ഞങ്ങൾക്ക് ഇടയാകരുതേ എന്നാണ് പ്രാർത്ഥന. നമുക്ക് പാടാം. നിൻ സ്തുതിയും ഹല്ലേലൂയയും കർത്താവേ ഞാൻ നിർത്തരുതേ, വിധിനീതിക്കയ്യോ ചെയ്യരുതേ, ഞാൻ പാതകിയെന്നറിയുന്നേ, സർവകടങ്ങളുമാരാഞ്ഞാൽ നരകം താനെന്നവകാശം, നിന്നെ വിളിപ്പാൻ കഴിയുന്നേ, മൗനം മൃതിയാൽ ഞാൻ പോകും, നീക്കുക കൃപയാൽ എൻ പാപം. കർത്താവേ, നിൻ്റെ കൃപയാൽ എൻ്റെ പാപം നീക്കണമേ. നിന്നെ സ്തുതിക്കുന്ന നിന്ന് മൗനമായിരിക്കാനും നിന്നെ പുകഴ്ത്തു നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ ഞങ്ങൾക്കിടയാകരുതേ. സ്തുതി എന്ന മേലാട. പാപം ക്ഷമിച്ച് കിട്ടുമ്പോഴാണ് സ്തുതി. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ ഞാൻ നാമത്തെ സ്തുതിക്കും എന്ന് ദാവീദ് പാടി. പാപമോചനം കിട്ടുമ്പോൾ ദൈവത്തെ സ്തുതിക്കും. 51 സങ്കീർത്തനം 14-15 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 51 സങ്കീർത്തനം 14-15 വാക്യങ്ങളിൽ ദാവീദ് പാപബോധത്തോടെ അനുതാപത്തോടെ ഇരുന്ന് കരയുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എൻ്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. കർത്താവെ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എൻ്റെ വായി നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ദാവീദ് കരയുകയാണ് പാപത്തെ ഓർത്ത്. ദാവീദ് വീണ പാപത്തിൻ്റെ കുഴി വളരെ അഗാധമായിരുന്നു. രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. എന്താണ് രക്തപാതകം? ദാവീദ് തൻ്റെ ഭൃത്യനായ ഊരിയാവിനെ കൊലയ്ക്ക് കൊടുത്തു. നിരപരാധിയായ ഊരിയാവിനെ കൊലയ്ക്ക് കൊടുത്തു. ഒരു തെറ്റുമില്ലാത്ത ഊരിയാവിനെ വധിക്കുന്നതിന് ദാവീദ് കെണിയൊരുക്കി. ദാവീദ് ഊരിയാവിനെ പടക്കളത്തിൽ ഏറ്റവും മുൻപ് നിർത്തുവാൻ സേനാ നായകനായ യോവാബിനോട് ആവശ്യപ്പെട്ടു. ഈ യോവാബ് പറഞ്ഞതനുസരിച്ച് ഊരിയാവിനെ പടക്കളത്തിൽ മുൻനിരയിൽ നിർത്തി. യുദ്ധം മുറി വന്നപ്പോൾ സൈന്യം പിന്മാറാൻ യോവാബ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഊരിയാവ് ഒറ്റയ്ക്ക് പടവരുതേണ്ടി വന്നു. ശത്രുവിൻ്റെ വെട്ടേറ്റാണ് ഊരിയാവ് വീണത്, മരിച്ചത്. എന്നാൽ അതിൻ്റെ കാരണക്കാരൻ ദാവീദായിരുന്നു. ദാവീദ് ഇപ്പോൾ കരയുകയാണ്, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. കർത്താവേ, എന്നാൽ എൻ്റെ അധരങ്ങൾ നിൻ്റെ സ്തുതിയെ വർണ്ണിക്കും. ഞാൻ നിന്നെ സ്തുതിക്കുന്നതിന് തടസ്സമായി ഇന്ന് എൻ്റെ രക്തപാതക ദോഷം എൻ്റെ മേൽ നിൽക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ ഞാൻ നാമത്തെ സ്തുതിക്കും. ഞാൻ നിൻ്റെ നാമത്തെ സ്തുതിക്കുന്നതിന് തടസ്സം എൻ്റെ പാതകമാണ്, രക്തപാതകമാണ്. ദാവീദിൻ്റെ ജീവിതത്തിലെ വ്യഭിചാരം, ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് വരുത്തി വെച്ച കൊലപാതകം, ദാവീദിൻ്റെ ജീവിതത്തിലെ തിന്മകൾ, അതൊക്കെയും ദാവീദിനെ ഇപ്പോൾ വേട്ടയാടുകയാണ്. എന്നാൽ ഈ പാപത്തിൻ്റെ ഭീകരമായ ആക്രമണം ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടിയാൽ സ്തുതിക്കാൻ പറ്റുമെന്ന് ദാവീദ് ആശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പാപങ്ങൾ നിങ്ങളുടെ വേട്ടയാടുന്നുണ്ടോ? ഏതെങ്കിലും തിന്മകൾ നിങ്ങളുടെ പിന്നാലെ വരുന്നുണ്ടോ? ഒരു സമയത്ത് നിങ്ങൾ അത്ര തന്നെ ഗൗരവം കൊടുക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ, അത്ര തന്നെ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് വന്നുപോയ പാപങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അശുദ്ധ ജീവിതം, അഴുക്കായ ജീവിതം, നിങ്ങൾ മറ്റാരും ഉണ്ടായിരിക്കുകയില്ല എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ രഹസ്യ പാപങ്ങൾ, അശുദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയത് ഇന്ന് നിങ്ങൾ വേട്ടയാടുന്നുണ്ടോ? 7-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടി, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, എന്നെ വേട്ടയാടുന്ന സകലരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നമുക്ക് വായിച്ച് കേൾക്കാം. 7-ാം സങ്കീർത്തനം 1-ാം വാക്യം. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് രക്ഷിക്കണമേ. ദാവീദിനെ രക്തപാതകം വേട്ടയാടുന്നു. ഊരിയാവിൻ്റെ കൊലയ്ക്ക് കാരണക്കാരനായി പോയി എന്നുള്ള പാപം ദാവീദിനെ വേട്ടയാടുന്നു. ഊരിയാവിൻ്റെ ഭാര്യയായ ബത്ശേബയെ വ്യഭിചാരകർമ്മത്തിലേക്ക് പ്രേരിപ്പിച്ചു എന്നുള്ള പാപം
ദാവീദിനെ വേട്ടയാടുന്നു. ദാവീദിൻ്റെ ജീവിതത്തിലെ അശുദ്ധി ദാവീദിനെ വേട്ടയാടുന്നു. ദാവീദിൻ്റെ ഹൃദയത്തിലെ നിഷ്ഠൂരത ദാവീദിനെ വേട്ടയാടുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ദാവീദ് പാതകത്തിൽ കുടുങ്ങിപ്പോയി. ദാവീദ് പാപത്തിൽ കുടുങ്ങിപ്പോയി. ദാവീദ് തിന്മയിൽ കുടുങ്ങിപ്പോയി. ദാവീദിന് പാപം വേട്ടയാടുന്ന അനുഭവം ഉണ്ടായി. ദാവീദ് കരയുകയാണ്. ദൈവമേ, നിൻ്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിൻ്റെ അനുഗ്രഹത്തിൻ്റെ ബഹുത്വത്തിൻ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. ദൈവത്തിന് സ്തോത്രം. സ്തുതി എന്ന മേലാട ധരിക്കണമെങ്കിൽ പാപം മോചിച്ച് കിട്ടണം. പാപമോചനം. സഹോദരങ്ങളെ, പാപക്ഷമയുടെ സൗഖ്യം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? പാപം മോചിച്ച് കിട്ടിയോ? നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയ പാപങ്ങളെല്ലാം ക്ഷമിച്ച് കിട്ടിയോ? അകൃത്യങ്ങളെല്ലാം പുറത്ത് കിട്ടിയോ? എല്ലാം ക്ഷമിച്ചു എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾ കിട്ടിയോ? ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. സംഘസദൃശവാക്യങ്ങൾ 28-ാം അധ്യായം 13-ാം വാക്യം. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഏറ്റുപറയുക, ഉപേക്ഷിക്കുക, മേലിൽ ആവർത്തിക്കാതിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. സ്നേഹിതരെ, ഞാൻ പറയട്ടെ, ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം പാപം ക്ഷമിച്ച് കിട്ടുക, പാപം മോചനം കിട്ടുക, പാപത്തിൻ്റെ ബന്ധനം അഴിയുക. ഒരു മഹാഭാഗ്യമാണത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഭാഗ്യം അനുഭവിച്ചിട്ടുണ്ടോ? പാപമോചനത്തിൻ്റെ സൗഖ്യം എന്തൊരു സന്തോഷമായിരുന്നോ ഹൃദയത്തിൽ നിന്ന്. ഹൃദയത്തിൽ വരുന്ന സന്തോഷം എത്ര മനോഹരമായിരിക്കുമെന്നറിയാമോ? സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. പാപമോചനം കിട്ടിയാൽ നല്ലൊരു ഔഷധമാകുന്നു. ശരീരത്തിലെ രോഗങ്ങൾ പോലും മാറും. പാപബോധം കിട്ടി, പാപമോചനം കിട്ടി, പാപത്തിൽ നിന്ന് ക്ഷമ കിട്ടിക്കഴിയുമ്പോൾ, പാപങ്ങളെല്ലാം ക്ഷമിച്ചു എന്നുള്ള ഉറപ്പ് കിട്ടിക്കഴിയുമ്പോൾ ശരീരത്തിൽ പോലും സൗഖ്യമാണ്. കാരണം സന്തുഷ്ട ഹൃദയം ലഭിക്കുന്നു. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു എന്ന് സദൃശവാക്യങ്ങൾ 17-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു. നമുക്ക് വായിച്ച് കേൾക്കാം. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. തകർന്ന മനസ്സ് തകർന്നിരുന്നാൽ, മനസ്സ് നുറുങ്ങിയിരുന്നാൽ അസ്ഥികൾക്ക് ഉണക്കം സംഭവിക്കുന്നു. ലാഫ്റ്റർ ഈസ് എ ബോഡിലി എക്സർസൈസ് പ്രഷ്യസ് ടു ഹെൽത്ത്. ദൈവത്തിന് സ്തോത്രം. അരിസ്റ്റോട്ടിൽ പറയുന്നൊരു വാക്കാണത്. ലാഫ്റ്റർ ഈസ് എ ബോഡിലി എക്സർസൈസ് പ്രഷ്യസ് ടു ഹെൽത്ത്. ആരോഗ്യത്തിന് ഏറ്റവും വിലപ്പെട്ടതായ ഒരു ശാരീരിക അഭ്യാസമാണ് ചിരി എന്നത്. ന്യൂ ഇൻ്റർനാഷണൽ വേർഷനിൽ ഈ വാക്യം, ബൈബിളിലെ വാക്യം 17:22 ഇങ്ങനെ കാണുന്നു: എ ചിയർഫുൾ ഹാർട്ട് ഈസ് എ ഗുഡ് മെഡിസിൻ, ബട്ട് എ ക്രഷ്ഡ് സ്പിരിറ്റ് ഡ്രൈസ് അപ്പ് ദ ബോൺസ്. ക്രഷ്ഡ് സ്പിരിറ്റ്, പാപം മൂലം തകർന്നുപോയ ഒരു ആത്മാവ്, അത് അസ്ഥികൾക്ക് ഉണക്കം നേരിടുന്നു, അസ്ഥികളെ ഉണക്കുന്നു. അതാണ് പറയുന്നത്, സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾക്ക് സന്തുഷ്ട ഹൃദയം വേണമോ? എങ്കിൽ പാപമോചനം കിട്ടണം. ഹൃദയത്തിൽ സന്തോഷം വേണമോ? പാപം മോചിച്ച് കിട്ടണം. സൗഭാഗ്യം പാപമോചനം, പാപമോചനത്തിൽ സൗഖ്യം. യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിങ്കൽ ആ പാവിനിയായ സ്ത്രീ വന്നു. പട്ടണത്തിലേക്കും പാവിനിയായ സ്ത്രീ. അവൾ തകർന്ന് കരഞ്ഞ് കർത്താവിൻ്റെ പാദം കണ്ണീരുകൊണ്ട് കഴുകി. കർത്താവ് പറഞ്ഞു, സ്ത്രീയെ, നിൻ്റെ അനേകങ്ങളായ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, സമാധാനത്തോടെ പോവുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അനേകങ്ങളായ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, സമാധാനത്തോടെ പോവുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവളുടെ ഹൃദയത്തിൽ സമാധാനം ലഭിച്ചു, പാപമോചനം ലഭിച്ചു. പാപത്തിൽ പിടിക്കപ്പെട്ടു വന്ന സ്ത്രീ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് യഹൂദ പരീക്ഷകൾ കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തതിനുകളെ ഒന്നാമത് കല്ലെറിയട്ടെ. പാപം ചെയ്യാത്തതിനുകളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് നിലത്ത് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു. ആ സ്ത്രീ പരിഭ്രമിച്ച് നിൽക്കുകയാണ്, അന്താളിച്ച് നിൽക്കുകയാണ്. പാപത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, മരണശിക്ഷ ഉറപ്പാണ്, കല്ലെറിഞ്ഞ് കൊല്ലും, എറിയാൻ അധികാരമുള്ളൊരു പിടികൂടിയിരിക്കുന്നു, രക്ഷയില്ല, തീർന്നു അവളുടെ ജീവിതം.
ഭാവി തീർന്നു. ഇനി ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയുമില്ല. മരണം മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എറിയാൻ വന്നവർ കല്ലെടുത്തുകൊണ്ടാണ് നിൽക്കുന്നത്. ശിക്ഷിക്കാൻ വന്നവർ ശിക്ഷിക്കാനുള്ള കല്ല് കൈ പിടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അവളെ കൊണ്ടുവന്ന യേശുവിന് മുമ്പിൽ നിർത്തി. അവൾ വിറച്ച് നിൽക്കുകയാണ്. മരണം മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഭയചകിതയായി നിൽക്കുകയാണ്. യേശു അവളെ നോക്കി. യേശു പിടിച്ചുകൊണ്ട് ഒന്നുവരെയും നോക്കി. യേശു പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ഇവളെ ഒന്നാമത് കല്ലെറിയട്ടെ. കർത്താവ് നിലത്ത് കുനിഞ്ഞ് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു. അവർ നോക്കി. അവരുടെ ജീവിതത്തിലെ രഹസ്യ പാപങ്ങളാണ് കർത്താവ് എഴുതുന്നത്. അവരുടെ ജീവിതത്തിൽ വന്ന രഹസ്യ പാപങ്ങൾ കർത്താവ് അവിടെ മണ്ണിൽ എഴുതി വയ്ക്കുകയാണ്. അവരുടെ മനസ്സാക്ഷി അവരെ കുത്തി. മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി അവരെ ഓരോരുത്തരായി വിട്ടുപോയി. വലിയവൻ മുതൽ ചെറിയവൻ വരെ എല്ലാവരും വിട്ടുപോയി. അവർ കൊണ്ടുവന്ന കല്ല് താഴെ വീണു. എല്ലാവരും പോയി. ഈ സ്ത്രീ മാത്രമുണ്ട്. യേശു അവളെ നോക്കി. യേശുവിൻ്റെ ഹൃദയം ആർദ്രമായി. യേശു അവളെ നോക്കി. ഭയത്തോടെ നിന്നവൾ ഇപ്പോൾ അത്ഭുതത്തോടെ നിൽക്കുകയാണ്. മരിക്കുമെന്ന് ഉറപ്പായി വന്നവൾ മരണശിക്ഷ മാറി. യേശുവിൻ്റെ അടുക്കൽ വന്നതുകൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. യേശുവിൻ്റെ അടുക്കൽ വന്നതുകൊണ്ട് മരണഭീതി മാറി. പക്ഷേ അവൾക്ക് അത്ഭുതം, ഈ മഹാപുരുഷൻ്റെ അരികിൽ വന്നതുകൊണ്ടാണല്ലോ എനിക്ക് ഇപ്പോൾ രക്ഷ കിട്ടിയത്. അവരെന്നെ കൊണ്ടുവന്നത് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. എന്നാൽ എനിക്കത് ഭാഗ്യമായിപ്പോയല്ലോ. എൻ്റെ ജീവിതത്തിൽ മരണം ഒഴിവായല്ലോ. അവൾ അതിശയം കൂറി യേശുവിൻ്റെ തിരുമുഖത്ത് കണ്ടുപറിക്കാതെ നിൽക്കുകയാണ്. യേശുവോട് പറഞ്ഞു, സ്ത്രീയെ, നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ? അവൾ ഒരു വിധത്തിൽ പറഞ്ഞു, ഇല്ല കർത്താവേ, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. ശിക്ഷിക്കണമെങ്കിൽ യേശുവിനെ ശിക്ഷിക്കാം, കാരണം പാപം ചെയ്യാത്തവനാണ് യേശു. നിങ്ങൾ പാപം ചെയ്യാത്തവനുകളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞത്, അത് വാസ്തവത്തിൽ ശിക്ഷിക്കാൻ യേശുവിന് വേണമെങ്കിൽ സാധിക്കും. കാരണം യേശു പാപം ചെയ്തിട്ടില്ല. യേശുവിന് കല്ലെറിയാം. പക്ഷേ യേശു അവളെ കല്ലെറിഞ്ഞില്ല. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. ദൈവത്തിന് സ്തോത്രം. എന്തൊരു ഭാഗ്യം! മരണശിക്ഷ മാറി, പാപത്തിൻ്റെ കെടുതി മാറി, പാപത്തിൻ്റെ ന്യായവിധി മാറി. അത്ഭുതം! ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. അവൾ ഇടറി പ്രാഞ്ചി വെച്ച് അവൾ തിരികെ വീട്ടിലേക്ക് പോയി. മരിക്കുമെന്ന് ഉറപ്പായി അവിടെ വന്നു. പക്ഷേ രക്ഷപ്പെട്ട് അവൾ മടങ്ങി. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം, പാപമോചനം പ്രാപിക്കാം, നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തുതി എന്ന മേലാട ധരിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങൾ കഴുകപ്പെടും. പാപം കഴുകാനാണ് യേശു ജീവിക്കുന്നത്. പാപം കഴുകാനാണ് യേശുവിൻ്റെ തിരക്തം സംസാരിക്കുന്നത്. പാപം കഴുകുവാനാണ് യേശുവിൻ്റെ കുറ്റമില്ലാത്ത രക്തം ചിന്തിയത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം മൂലം, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ ചോദിച്ച രക്തം മൂലം പാപമോചനം ലഭിക്കുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കാം. കർത്താവേ, പാപം നിറഞ്ഞ ഹൃദയം തിരുമുൻപാകെ ഞാൻ താഴ്ത്തുന്നു. നാഥ, പാപം കൊണ്ട് മലീമസമായ ജീവിതം തിരുമുൻപാകെ ഇതാ താഴ്ത്തി വയ്ക്കുന്നു. പാപം കൊണ്ട് അഴുക്ക് പറ്റിയ ജീവിതം തിരുമുൻപാകെ ഞാൻ താഴ്ത്തി വയ്ക്കുന്നു. രക്ഷക, എന്നോട് നീ മനസ്സറിയണമേ. എൻ്റെ പാപം നീ ക്ഷമിക്കണമേ. എൻ്റെ അകൃത്യം നീ പൊറുക്കണമേ. ദാവീദിന് പാപമോചനം കൊടുത്ത യേശുവേ, എൻ്റെ ഹൃദയത്തിൽ പാപമോചനം തന്ന് എന്നെ നീ വിടുവിക്കണമേ. പാപത്തിൻ്റെ ഭീകരമായ ആക്രമണത്തിൽ നിന്ന് എനിക്ക് മോചനം തരണമേ. പാപത്തിന് അധികാരിയായി പിശാചിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കർത്താവേ, പാവം എന്നെ വേട്ടയാടാൻ ഇനിമേലിടയാകാതെ വണ്ണം കർത്താവേ, തിരുരക്തത്താൽ എന്നെ മുദ്രയിടണമേ. തിരുരക്തത്താൽ എന്നെ കവർ ചെയ്യണമേ. തിരുരക്തത്താൽ എന്നെ ആവരണം ചെയ്യണമേ. നമുക്ക് പാടാം. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ, നാറ്റമല്ലയോ വമിച്ചതൻ ജീവിതം. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ, നാറ്റമല്ലയോ വമിച്ചതൻ ജീവിതം. മാറ്റിയല്ലോ എൻ ജീവിതത്തെ, മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. മാറ്റിയല്ലോ എൻ ജീവിതത്തെ, മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തീശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തീശനെ. വാഴ്ത്തി സ്തുതിക്കും ഞാൻ. എന്തുകൊണ്ട്? ചേറ്റിലാണ് ഞാൻ കിടന്നത്.
എൻ്റെ കർത്താവേ, നാറ്റം വമിച്ച ജീവിതമായിരുന്നു എൻ്റേത്, ദുർഗന്ധം വമിക്കുന്ന ജീവിതമായിരുന്നു എൻ്റേത്. എൻ്റെ നാഥ, നിൻ്റെ കൃപയാൽ ചേറിൽ നിന്ന് നീ എന്നെ വലിച്ചെടുത്തു, നാശകരമായ കുഴിയിൽ നിന്നെ പൊക്കിയെടുത്തു, അഗാധ ഗർത്തത്തിൽ നിന്നെ നീ ഉയർത്തിയെടുത്തു, എന്നെ നീ ഉദ്ധരിച്ചു. നാഥ, നിനക്ക് ഞാൻ സ്തുതി കരയേറ്റുന്നു. ദൈവത്തിന് സ്തോത്രം. സ്തുതി എന്ന മേലാട, സ്തുതി എന്ന മേലാട ധരിക്കുക. സഹോദരങ്ങളെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്തുതി ധരിക്കാം, സ്തോത്രം ധരിക്കാം. പിതാക്കന്മാർ പറഞ്ഞു, പ്രാർത്ഥിച്ചു, സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരെ ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. പ്രിയപ്പെട്ടവരെ, സ്തുതിക്കുവാൻ നാം യോഗ്യരായി തീരണം. പാപമോചനം ലഭിക്കണം. സ്തുതിക്കുവാൻ യോഗ്യത പ്രാപിക്കും പാപം ക്ഷമിച്ച് കിട്ടിയാൽ. ദൈവത്തിന് സ്തോത്രം. അകൃത്യം ക്ഷമിക്കുന്ന ദൈവം, പാപം മോചിക്കുന്ന ദൈവം. മീഖാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 18-19 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ജീവനുള്ള ദൈവം പാപമോചനം തരുന്നവനാണ്. ജീവനുള്ള ദൈവം പാപത്തെ അഗാധത്തിലേക്ക് തള്ളിക്കളയുന്നവനാണ്. ജീവനുള്ള ദൈവം പാപത്തെ സമുദ്രത്തിൻ്റെ അഗാധങ്ങളിലേക്ക് എറിഞ്ഞു കളയുന്നവനാണ്. നമുക്ക് വായിക്കാം മീഖാ 7:18-19. അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് പാപങ്ങൾ മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. ദൈവം എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. നമ്മോട് വീണ്ടും കരുണ കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. അവരുടെ പാപങ്ങളൊക്കെയും നീ സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളയും. അവരുടെ പാപങ്ങളൊക്കെ നീ സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളയും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ രസകരമായൊരു സംഭവം വായിച്ചു. ഒരാൾ ഒരു വീട്ടിൽ ചെല്ലാനിടയായി. പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹം ആ വീട്ടിൽ ചെന്ന് വരാന്തിയിലാണ് ഇരുന്നത്. അവിടുത്തെ സിറ്റ് ഔട്ടിലിരുന്നു. സിറ്റ് ഔട്ടിൽ ഒരു മേശയുണ്ട്. മേശപ്പുറത്ത് സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ പുസ്തകങ്ങൾ ചിതറിക്കിടക്കുന്നു. അദ്ദേഹം ആ പുസ്തകങ്ങൾ വെറുതെ അലസമായി മറിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അദ്ദേഹം സ്തോത്രം 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 എന്ന് ഉറക്കെ പറഞ്ഞു. അപ്പോൾ വീട്ടുകാരൻ ചോദിച്ചു, എന്താണിപ്പോൾ സ്തോത്രം? ഇത് കുട്ടികളുടെ പാഠപുസ്തകമല്ലേ? ഇത് ബൈബിളൊന്നുമല്ല, പാഠപുസ്തകമല്ലേ? അദ്ദേഹം പറഞ്ഞു, പാഠപുസ്തകമാണ്, പക്ഷേ ഇത് ഭൂമിശാസ്ത്രമാണ്. അതിന് ഭൂമിശാസ്ത്രം വായിച്ചിട്ട് നിന്നെ സ്തുതിക്കുന്നത്, സ്തോത്രം പറയുന്നത്, അത് മനസ്സിലായില്ലേ? ഞാൻ ഈ പുസ്തകത്തിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആഴം അനേകായിരം അടി താഴ്ചയുള്ളതാണ് അറ്റ്ലാന്റിക് സമുദ്രമെന്ന് ഞാൻ വായിച്ചു. സമുദ്രത്തിൻ്റെ ആഴം അത്രയും അഗാധമാണ് എന്ന് വായിച്ചപ്പോൾ ഞാൻ സ്തുതിച്ചതാണ്. ആ സമുദ്രത്തിൻ്റെ ആഴം വായിക്കുമ്പോൾ സ്തുതിക്കുന്നതിനാ? എൻ്റെ കർത്താവിൻ്റെ വചനത്തിലുണ്ട്, സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് പാപങ്ങൾ എറിഞ്ഞു കളയുമെന്ന്. എൻ്റെ പാപങ്ങളൊക്കെയും ഇത്രയേറെ അഗാധത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞല്ലോ എന്നോർത്ത് ഞാൻ സ്തുതിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. നടന്ന സംഭവമാണെന്ന് അറിഞ്ഞുകൂടാ. ആ നടന്നതാകട്ടെ നടന്നതാകാതിരിക്കട്ടെ, സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് പാപങ്ങൾ എറിഞ്ഞു കളയും. ഒരു കാലത്ത് പൊങ്ങി വരികയില്ല. പ്രിയപ്പെട്ടവർ, നിങ്ങൾ വിശ്വസിക്കൂ, അപ്പോഴാണ് സ്തുതി വരുന്നത്. പാപത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മോചനം കിട്ടുമ്പോൾ, പാപത്തിൻ്റെ ഭീകരതയിൽ നിന്ന് മോചനം കിട്ടുമ്പോൾ, പാപത്തിൻ്റെ ബന്ധനം അഴിഞ്ഞു കിട്ടുമ്പോൾ നാം അറിയാതെ സ്തുതിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നു, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എനിക്ക് ചെറുപ്രായത്തിൽ ഈ സ്തുതി എന്നോ സ്തോത്രം എന്നൊക്കെ പറയുന്നത് ഒരു ഇഷ്ടമില്ലാത്ത വാക്കായിരുന്നു. ഞങ്ങളുടെ പള്ളിയിൽ കൺവെൻഷൻ നടക്കുമ്പോൾ ചില ആളുകൾ പ്രസംഗത്തിൻ്റെ മധ്യത്തിൽ സ്തുതിക്കും, സ്തോത്രം ചെയ്യും, കേൾവിക്കാർ. അത് എനിക്കിഷ്ടമായിരുന്നില്ല. എന്തിനാ ഈ സ്തുതിക്കുന്നത്? എന്തിനാ സ്തോത്രം സ്തോത്രം എന്ന് പറയുന്നത്? എന്തിന് സ്തുതി സ്തുതി എന്നൊക്കെ പറയുന്നത്? എന്തിനാ ഹല്ലേലൂയ എന്നൊക്കെ പറയുന്നത്? അതൊക്കെ അച്ഛന്മാർ പറയേണ്ട വാക്ക്, പള്ളിയകത്ത് പറയേണ്ട വാക്ക്, പ്രാർത്ഥിക്കുമ്പോൾ പറയേണ്ട വാക്ക്. അല്ലാതെ ഇതിങ്ങനെ പ്രസംഗം കേൾക്കുമ്പോൾ സ്തോത്രം സ്തോത്രം എന്ന് പറയുന്നത് എന്തിനാ? എനിക്കൊരു മുഷിപ്പായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ സമർപ്പണം എടുത്തു കഴിഞ്ഞപ്പോൾ, അപ്പോൾ എൻ്റെ ജീവിതം ഞാൻ ക്രിസ്തുവിന് സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പാപങ്ങൾ മോചിച്ച് കിട്ടി എന്നൊരു ഉറപ്പ് കിട്ടി. അപ്പോൾ ഞാൻ അറിയാതെ സ്തോത്രം പറഞ്ഞു പോയി. ഇന്ന് സ്തുതിയും സ്തോത്രവും എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാണ്. പ്രിയപ്പെട്ടവരെ, സ്തുതി വരും, സ്തുതി എന്ന മേലാട ധരിക്കും. പാപമോചനം കിട്ടുമ്പോൾ സ്തുതി ഉണ്ടാകും. ക്രിസ്തു എൻ്റെ അത്ഭുതം പ്രവർത്തിച്ചു എന്നറിയുമ്പോൾ സ്തുതി ഉണ്ടാകും. അതാണ് സ്തോത്രം, അതാണ് ആരാധന,
അതാണ് ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും വലിയ സ്തോത്രവുമാകുമെന്ന് പറയുന്നതിൻ്റെ പൊരുൾ. നാം സ്തുതിക്കുന്നവരായി തീരണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ആലോചനകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്തുതി എന്ന മേലാട് ഞങ്ങളെ ധരിപ്പിക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങളെ വലയം ചെയ്തതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. അവിടുത്തെ അനുഗ്രഹം ഞങ്ങളെ തേടി വന്നതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. വചനം ഞങ്ങളെ സ്പർശിച്ചതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.